Good afternoon, students. Welcome to today's class. Today we are discussing about LED structures. Okay, mainly LED structures are of two types, that is homojunction LED and heterojunction LED, that we have already discussed in previous class. Now we can look the difference between these two, that is homojunction and heterojunction LED. Okay. In homojunction LED, if a PN junction is made from two mixture of same type of atoms, then it is called a homojunction. Okay. And if a PN junction is made from two dissimilar layers of atom, then it is called a heterojunction. Now, PN junction form ചെയ്ത LED means P യും N കൂടിയ junction, PN junction diode ആണ് LED അല്ലേ? അതിനെ forward biased കണക്ട് ചെയ്ത് നമുക്ക് LED. സോ LED ഹോമോജംഗ്ഷൻ LED എന്ന് പറയുമ്പോൾ പി എൻ ജംഗ്ഷനിൽ പിയും എൻ ജംഗ്ഷനും സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണെങ്കിലാണ് അതിനെ ഹോമോജംഗ്ഷൻ, എന്നിട്ട് അതിന് ഡിഫറെന്റ് ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യുക. അതായത് പി ടൈപ്പ് ഡോപ്പിങ്ങും എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യുക. സെയിം ആറ്റംസിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സെയിം മെറ്റീരിയലിൽ ഡിഫറെന്റ് ഡോപ്പിംഗ് ചെയ്യുന്നതിനാണ് ഹോമോജംഗ്ഷൻ LED എന്ന് പറയാം. ദ നെക്സ്റ്റ് ഹെട്രോജംഗ്ഷൻ LED ഈസ് ദ PN junction made of two junction made from two dissimilar layers of atom. അതായത് dissimilar layers of atom, dissimilar materials അല്ലെങ്കിൽ dissimilar types of atoms തമ്മിൽ കമ്പൈൻ ചെയ്ത് ജംഗ്ഷൻ ഉണ്ടാക്കുന്നതാണ് heterojunction LED എന്ന് പറയാം. ഓക്കെ, layers have similar conductor material but doping is different. അതന്നെ സെയിം കണ്ടക്ടിങ് മെറ്റീരിയൽ ആവും, സെയിം മെറ്റീരിയൽ ആണ്, പക്ഷേ ഡിഫറെന്റ് ഡോപ്പിംഗ്, ദാറ്റ് ഇസ് പി ഡോപ്പിംഗ് എൻ ഡോപ്പിംഗ്, അതാണ് ഹോമോ ജംഗ്ഷനിൽ. ബട്ട് ഹെട്രോ ജംഗ്ഷനിൽ ലെയേഴ്സ് ഓഫ് സെമി കണ്ടക്ടർ ഹാവിംഗ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്സ്. നമ്മൾ ഡിഫറെന്റ് സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഹാവിംഗ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്പ്. സോ ബാൻഡ് ഗ്യാപ്പ് ഓൾസോ ഡിഫറെന്റ്. അപ്പൊ നമ്മൾ ഒരു സെയിം സെമി കണ്ടക്ടർ സെയിം സിലിക്കന്റെ ഇതിൽ നമ്മൾ ഡോപ്പ് ചെയ്തിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഫോം ചെയ്ത് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നതാണ് ഹോമോ ജംഗ്ഷൻ. ഹെട്രോ ജംഗ്ഷൻ പറയുമ്പോൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ദീസ് ആറ്റംസ് ഓർ ദീസ് സെമി കണ്ടക്ടർ ഹാസ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്സ് ഡിഫറെന്റ് ബാൻഡ് ഗ്യാപ്പ് ലെവലുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ് ഹെട്രോ ജംഗ്ഷൻ LED. Homojunction LED is called surface emitting LED. Surface emitting LED is under homojunction LED, and heterojunction LED is based on edge emitting LED. Okay, another example. Then advantages and disadvantages. Now, advantages of homojunction LED has low terminal impedance കുറവാണ്. So due to increased current density, fine line spot is obtained. Okay, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കറന്റ് ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻ സ്പോട്ട്, അതായത് നമുക്ക് ഫൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലൈറ്റ് എമിറ്റിംഗ് ഏരിയ സ്മോൾ ആണ്. സോ ഈസി ടു ലോഞ്ച് ഇൻ ടു ഫൈബറിലോട്ട് ലോഞ്ച് ചെയ്യാൻ ഈസിയാണ്. സോ LEDs എന്ന് പറയുമ്പോൾ LEDs ലൈറ്റ് എമിറ്റ് ചെയ്ത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഫൈബറിലോട്ട് ലോഞ്ച് ചെയ്യാം അല്ലേ? അതായത് ഫൈബർ ഈ LED സ്ട്രക്ചറിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഏരിയയിലൂടെ ആകുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് ഓഫ് ലൈറ്റ് ലോഞ്ച്ഡ് ഇൻ ദ ഫൈബർ വിൽ ബി റെഡ്യൂസ്ഡ്. സോ ഈ ഒരു ഹെട്രോജംഗ്ഷൻ LED ഈ പ്രശ്നം വരുന്നില്ല. ഏരിയ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ലൈറ്റും ഫൈബറിലോട്ട് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഹൈ ഡാറ്റ റേറ്റ് ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ ലോ ടെർമിനൽ ഇംപിഡൻസ് ആണ്. ഹോമോജംഗ്ഷൻ LEDന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എമിറ്റഡ് ലൈറ്റ് ഇസ് നോൺ ഡയറക്ഷണൽ ആണ്. ഇവിടെ അഡ്വാൻറ്റേജ് ഡയറക്ഷണൽ ആണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. Okay, that's all about homojunction and heterojunction LED. Then we can discuss about the structure of LEDs, different structure of LEDs. Okay, so structure of LEDs can be divided into 6 types. The major types of LED structures are 6 types, that is planar LED, dome LED, surface emitting LED, edge emitting LED, superluminescent LED, and polymer LED. Okay, these are the 5 types of LEDs. So we can look one by one. ഇനി നമുക്ക് ഫസ്റ്റ് പ്ലാനാർ LED എടുക്കാം. ഓക്കെ, വാട്ട് ഇസ് പ്ലാനാർ LED? പ്ലാനാർ LED എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ LED സ്ട്രക്ചർ ആണ് പ്ലാനാർ LED. ഓക്കെ, the geometry and internal structure of LED play an important role in emitting light from its surface. Okay, സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിൻ്റെ സ്ട്രക്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇന്റേണൽ സ്ട്രക്ചറിനെയും ജോമെട്രീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഫ്രം ദ സർഫസ് ഓഫ് ദ LED. ഓക്കെ,
simple planar LEDs emit light in all direction. Planar LED ന്റെ ഒരു പ്രത്യേകത it will emit light in all direction and it's also one of the simplest structure and it is fabricated by using liquid phase or vapor phase epitaxial process over the surface of the gallium arsenide substrate. Okay, നമ്മുടെ ഈ എൽ ഇ ഡിസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ലിക്വിഡ് ഓർ വേപ്പർ ഫേസ് എപ്പിടാക്സിയൽ പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ എൽ ഇ ഡി സ്ട്രക്ചർ പ്ലാനാർ എൽ ഇ ഡി സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ എമിഷൻസ് കം ഫ്രം ദ സർഫസ് എന്നാണ് എമിഷൻ. നോർമലി എല്ലാ ഭാഗത്തുനിന്ന് എമിഷൻ വരുന്നുണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് മോസ്റ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് സർഫസ് എന്നാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ light. Okay, light is emitted in a broad cone with the intensity falling off roughly with the cosine of the angle from the normal to the semiconductor junction, that is Lambertian distribution. The Lambertian distribution lana idinte construction. Okay, now ഇതിൽ എന്താ പറയാനുള്ള വെച്ചാൽ ഇത് നമ്മൾ ഇത് എന്തോട്ടാ ക്രിയേറ്റ് ചെയ്യുന്നത്, ലിക്വിഡ് ഓർ വേപ്പർ ഫേസ് എപ്പിടാക്സിയൽ പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ പി ടൈപ്പ് എപ്പിടാക്സിയൽ ലെയർ ഉണ്ടാവും. ഈ പി ടൈപ്പ് ഈ ഒരു സബ്സ്ട്രേറ്റ് ലെയർ എപ്പിടാക്സിയൽ ലെയർ ഫോം ചെയ്യുന്നത് വേപ്പർ ഫേസ് എപ്പിടാക്സിയൽ പ്രോസസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പി ടൈപ്പ് ഡിഫ്യൂഷൻ into a n-type substrate to create a p-n junction. ഇവിടെ p type ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് to an n-type substrate. അതായത് സബ്സ്ട്രേറ്റ് n-type substrate ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു തിൻ ലെയർ ഫോം ചെയ്തിരിക്കുകയാണ് വിത്ത് p type structure. അതായത് തിൻ ലെയർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് p type structure. Okay, forward current flows through the junction giving Lamberian emission pattern and the device emit light from the surface. Okay, ഈ ഒരു സ്ട്രക്ചറിനെ പറഞ്ഞാൽ ലാംബേറിയൻ എമിഷൻ ഡിസ്ട്രിബ്യൂഷൻ പറയും. അതായത് ലൈറ്റ് എല്ലാ സൈഡിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സർഫസിലൂടെയാണ്. ഓക്കെ, ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ പ്ലാനാർ എൽ ഇ ഡിന്റെ. ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദിസ് ഇസ് പ്ലാനാർ എൽ ഇ ഡി. സോ ഹിയർ ദിസ് ഇസ് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഇതാണ് ആ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഈ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ പി ടൈപ്പ് എപ്പിടാക്സിയൽ ലെയർ ഫോം ചെയ്തിരിക്കുക, തിൻ ലെയർ ഫോം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ തിൻ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് അങ്ങനെയാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസ് ഫ്രം ദ ഈ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ്, ഈ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഈ പി ടൈപ്പിലോട്ട് പോയിട്ട് റീകമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഓമിക് കോണ്ടാക്ട്സ്. ഈ ഓമിക് കോണ്ടാക്ട്സ് ആണ് എൻ ടൈപ്പിലാണ് നമുക്ക് എന്ത് കാത്തോഡ് ടെർമിനൽ എടുക്കുന്നത്. സോ ഈ ഓമിക് കോണ്ടാക്ട്സ് തന്നെ ആനോഡ് കാത്തോഡ് ടെർമിനൽ പുറത്തോട്ട് എടുക്കാനാണ്. സോ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് ഇവിടെ കാത്തോഡ് ടെർമിനലും അതുപോലെ തന്നെ പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ ആനോഡ് ടെർമിനൽസും ആണ് പുറത്തെടുക്കുന്നത്. സോ ടെർമിനൽസ് പുറത്തെടുക്കാനുള്ള ഓമിക് കോണ്ടാക്ട്സ് ആണത്. ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തെന്ന് ഈ സർഫസിലൂടെയാണ്. ഓക്കെ, ഈ ഒരു ഓമിക് കോണ്ടാക്ട്സിലൂടെ, അതായത് ആനോഡ് കാത്തോഡിലൂടെ നമ്മൾ ഒരു ഫോർവേഡ് കറന്റ് നമ്മൾ അല്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് റീകോമ്പിനേഷൻ നടന്നിട്ട് ലൈറ്റ് പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സർഫസിലൂടെ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ ഓഫ് പ്ലാനാർ എൽ ഇ ഡി. ദെൻ നെക്സ്റ്റ് പ്ലാനാർ എൽ ഇ ഡിയിൽ വേറെ പറയാനുള്ളത്, ഇവിടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് എന്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ, ഈ സ്ട്രക്ചറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സർഫസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഫോർ ദ റേഡിയൻസ് ഇസ് വെരി ലോ. അത് റേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് എമിഷൻസ് കുറയാൻ കാരണം ഇതിനകത്ത്, അതായത് ഇതൊരു ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്, എൽ ഇ ഡി ആണ്. ഈ ഒപ്റ്റിക്കൽ സോഴ്സിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റ് എമിഷൻ കുറവാണ് ഇൻ കേസ് ഓഫ് planar LED. Okay, the LED structure organized such that most of the recombination takes place on the surface of the following two ways. രണ്ട് വേസിൽ നമുക്ക് ഈ സർഫസിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. ഒന്ന്, doping concentration of the substrate is increased so that additional free majority charge carriers electrons move to the top, recombine and emit light at the surface. അതായത്
നമുക്ക് ഈ ലൈറ്റ് എമിഷൻ കുറവാന്ന് പറഞ്ഞു. ഈ ലൈറ്റ് എമിഷൻ കൂട്ടാനും വേണ്ടി ഈ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നമ്മൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും അല്ലേ. ഓരോന്ന് ഡോപ്പ് ചെയ്യുമ്പോൾ ഓരോ ഡോപ്പിംഗ് എലമെന്റ് നമുക്ക് ഓരോ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യും. സോ ഡോപ്പിംഗ് ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. ഇലക്ട്രോൺസ് കൂടിയാൽ ഇലക്ട്രോൺ റീകോമ്പിനേഷൻ കൂടും. ഇലക്ട്രോൺ റീകോമ്പിനേഷൻ കൂടിയാൽ ലൈറ്റ് എമിഷൻ ചെയ്യുന്നത് കൂടും. ഓക്കെ. ആൻഡ് ആൾസോ ഡിഫ്യൂഷൻ ലെങ്ത് കൂട്ടിയാൽ നമുക്ക് എന്ത് കൂടാൻ പറ്റും? ലൈറ്റ് എമിഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി ടി എന്നാണ്. സോ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ടി എന്നാൽ കാരിയർ ലൈഫ് ടൈം. കാരിയർ എത്ര കാരിയറിന്റെ ലൈഫ് ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ലൈറ്റ് emitting from the surface will be increased. Okay, LED structure should be such that the photons generated from the device are emitted without being reabsorbed. This is achieved by making P layer on the top of the enough to create a depletion layer. Okay, ഈ ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ പി ടൈപ്പ് തിൻ ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കില്ല. അതായത് ലൈറ്റിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നത് കുറവാകും. ഓക്കെ. ആൻഡ് ആൾസോ ഇവിടെ നമ്മുടെ ലൈറ്റിൽ ഓക്കെ, ഇനി ഇതിന്റെ സർഫസ് എമിറ്റിംഗ് പ്ലാനാർ എമിറ്റിംഗ് പ്ലാനാർ എൽ ഇ ഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈ പ്ലാനാർ എൽ ഇ ഡിന്ന് പുറത്തു പോകുന്നുള്ളൂ. ഓക്കെ. അത് എന്തുകൊണ്ടാണ്? കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈ ഒരു എൽ ഇ ഡിനകത്ത് ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ റേഡിയൻസ് നമുക്ക് ലൈറ്റ് പുറത്തു പോകുന്നത് കുറവാണ്. റേഡിയൻസ് ഇസ് ലോ. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ സെമി കണ്ടക്ടറിന്റെ ഷേപ്പ് ഈ ഒരു സെമി കണ്ടക്ടറിന്റെ ഷേപ്പ് നമുക്ക് ഒരു ഡോം ഷേപ്ഡ് ആക്കാം. ഓക്കെ. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ സെമി കണ്ടക്ടറിന്റെ ഷേപ്പ് ഡോം ഷേപ്ഡ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ ഷേപ്ഡ് ആക്കാം. സോ ദാറ്റ് ദ ലൈറ്റ് സ്ട്രൈക്ക് ദ സർഫസ് അറ്റ് ആൻ ആംഗിൾ ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ therefore does not suffer total internal reflection. അങ്ങനെ ആകുമ്പോൾ ലൈറ്റ് ഈ ഡോം ഷേപ്പിലൂടെ നമ്മുടെ ഡോം ഷേപ്ഡ് ആക്കുമ്പോൾ ഈ സെമി കണ്ടക്ടർ നമുക്ക് ഡോം ഷേപ്പ് ആക്കി മാറ്റുമ്പോൾ ഈ ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിലേറെ മുകളിൽ പോവില്ല ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അപ്പോൾ ലൈറ്റ് എമിഷൻ കൂടും. ഓക്കെ, റേഡിയൻസ് കൂടും. അപ്പോൾ പ്ലാനാർ എൽ ഇ ഡിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ട് ലൈറ്റ് എമിഷൻ എന്താണ്, അല്ലെങ്കിൽ ലൈറ്റ് റേഡിയൻസ് കുറവാണ്. ഓക്കെ. സോ ദിസ് ഡിസഡ്വാൻറ്റേജ് ക്യാൻ ബി റിസോൾവ്ഡ് ബൈ യൂസിങ് എ ഡോം എൽ ഇ ഡി. അപ്പോൾ ഇതിന്റെ സെമി കണ്ടക്ടർ ഷേപ്പ് ഒരു ഡോം ഷേപ്ഡ് ആക്കിയാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാണ്ടിരിക്കണമെങ്കിൽ അവിടെ ഇരുന്ന ഇൻസിഡന്റ് ലൈറ്റ് ഒക്കെ ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ മതി. ഓക്കെ. Another widely used structure is dome LED, where a hemisphere of N-type gallium arsenide is formed around a diffused P-type region. ഈ P-type region ഈ N-type gallium arsenide എന്താ ചെയ്യുന്നത്? ഒരു ഡോം ഷേപ്ഡ്, ഈ സെമി കണ്ടക്ടർ ഡോം ഷേപ്ഡ് അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ഷേപ്ഡ് എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. The diameter of the dome is chosen to maximize the amount of internal emission reaching the surface within the critical angle of gallium arsenide air interface. ഈ gallium arsenide എയർ ഇന്റർഫേസിന് വരുന്ന ഇന്റേണൽ എമിഷൻ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഡോമിന്റെ ഡയമീറ്റർ ചൂസ് ചെയ്യാം. ഓക്കെ. ഡോമിന്റെ ഡയമീറ്റർ എങ്ങനെ ചൂസ് ചെയ്യാൻ? ഇന്റേണൽ എമിഷൻ കൂടണം. ഓക്കെ. സോ ഈ ഗാലിയം ആർസനൈഡും എയറും തമ്മിലുള്ള ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിന്റെ താഴെ വരണം. ഓക്കെ. ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. പക്ഷെ വിത്തിൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാണ്ടിരിക്കുള്ളൂ, എന്നാലേ റേഡിയൻസ് കൂടുള്ളൂ. ഓക്കെ. ഈ ഗാലിയം ആർസനൈഡും എയറും തമ്മിൽ ഇന്റർഫേസിലുള്ള റിഫ്ലക്ഷൻ ആണ് നോക്കുന്നത്. സോ ഗാലിയം ആർസനൈഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 is 3.6 ആണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 is 1. സോ ഗാലിയം ആർസനൈഡിന്റെ എയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ ഗാലിയം ആർസനൈഡ്, N2 എന്ന് പറഞ്ഞാൽ എയർ. സോ ഡോം ഷേപ്ഡ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. ഇപ്പോൾ ഡോം ഷേപ്പ് അല്ല. സോ ഡോം ഷേപ്പ് ആക്കുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എങ്ങനെ കിട്ടുന്നത്? തീറ്റ സി is equal to sin inverse N2 by N1, that is equal to sin inverse N2 എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ, that is 1, and refractive index of gallium arsenide is 3.6, that is 1 by 3.6, that is equal to 16.12 degree. So critical angle നമുക്ക് കിട്ടിയത് 16.12 degree. So in order to remove total internal reflection, avoid total internal reflection, the incident ray should be less than this angle. Okay, the optical rays making angle of incidence greater than 16 degree will suffer total internal reflection. So to reduce the problem, dome or hemisphere structure is preferred so that the light will strike the surface at an angle less than theta c. The surface does not
എക്സ്പീരിയൻസ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ എന്തായില്ല, ഈ സർഫസിൽ വെച്ചിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അതായത് നമ്മുടെ ലൈറ്റ് നമ്മുടെ ഫൈബറിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നാൽ ഒരുപാട് ലൈറ്റ്സ് അങ്ങനെ ലോസ് ആയി പോകും, റേഡിയേഷൻസ് കുറയും. അപ്പോൾ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ പാടില്ല ഈ LED-യിൽ. സോ LED-യിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കുറക്കണമെങ്കിൽ നമ്മൾ ഡോം ഷേപ്പിലാക്കുമ്പോൾ ഈ ഡോമിൽ നിന്ന് പുറത്ത് വരുന്ന ലൈറ്റ് ഒക്കെ ക്രിറ്റിക്കൽ ആംഗിളിന്റെ കുറവാകും. സോ ഇവിടെ റേഡിയൻസ് കൂടും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കുറയും. ഓക്കെ, നൗ therefore it is okay. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. However, it is practically expensive to make PN junction of dome shape. Dome shapeലുള്ള PN junction ഫോം ചെയ്യുക പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഹൈലി കോസ്റ്റ് ഉണ്ടാവും. So, in order to reduce cost, it is encapsulated into a dome-shaped plastic medium having higher refractive index than that of air. ഡിലാറെ കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഡോം ഷേപ്പ് പ്ലാസ്റ്റിക് മീഡിയം ആണ് നമ്മളിവിടെ ഡോം ഷേപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ ഡിലാറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള പ്ലാസ്റ്റിക് മീഡിയം ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ഡോം സ്ട്രക്ചർ, ദാറ്റ് ഇസ് ദിസ് ഇസ് ദ ഇലക്ട്രോഡ് N പ്ലസ് ഡോം സെമി കണ്ടക്ടർ, P-type semiconductor, ലൈറ്റ് ഇത് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് ചെയ്യുക. ഇത് ഇതിൻ്റെ LED എൻക്യാപ്സുലേറ്റ് വിത്ത് പ്ലാസ്റ്റിക് മീഡിയം വെച്ച് എൻക്യാപ്സുലേറ്റ് ചെയ്യുന്ന LED. ഓക്കെ, ദിസ് ഇസ് ദ ഇലക്ട്രോഡ്സ് ആൻഡ് ദിസ് ഇസ് PN ജംഗ്ഷൻ ആണിത്. എന്നിട്ട് ഇത് പ്ലാസ്റ്റിക് ഡോം കൊണ്ട് കവർ ചെയ്തിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഫോം. ഇത് സെമി കണ്ടക്ടർ കൊണ്ട് കവർ ചെയ്യുന്നത്. ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡോം യൂസ് ചെയ്തിട്ട് DOM LED create ചെയ്യുന്നത്. Okay, then moving to the next type of LED, that is surface emitting LED. Then in case of surface emitting LED, light, or it is called SE-LED, the light beam is emitted from the top of the diode, surface of the diode, not from the side എന്നല്ല, ടോപ്പ് ഓഫ് ദ ഡയോഡ് ഈ ഒരു പോർഷൻ ആണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. സോ ലൈറ്റ് വിൽ എമിറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഡയോഡിന്റെ top എന്നാണ് എമിറ്റ് ചെയ്യുന്നത്, നോട്ട് ഫ്രം ദ സൈഡ്. ദ ബീം എമിഷൻ കോൺ ഈസ് ടിപ്പിക്കലി 120 degree and the grading has a circular symmetry. ഒരു സർക്കുലർ സിമെട്രി ഗൈഡിങ് കൊടുക്കുന്നുണ്ട്. Okay, the large beam emission angle is caused by difference in refractive index between the semiconductor and the fiber or the glass material used for coupling with the fiber. Low index, high index കൊടുക്കുന്നത് refractive index between semiconductorും ഫൈബറും തമ്മിലുള്ളതാണ്, അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ കപ്ലിങ്ങിൽ. ഓക്കെ, ഇത് ലോ ഇൻഡെക്സ്. ദ ഔട്ട്പുട്ട് പവർ is between 500 microwatt to 1 milliwatt. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. ഒന്നും കൂടി സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഞാൻ എടുക്കാം. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സർഫസ് എമിറ്റിംഗ് LED. ഓക്കെ, ഈ സർഫസ് എമിറ്റിംഗ് LED നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെ ഒരു ആക്റ്റീവ് റീജിയൻ ഉണ്ട്. ദിസ് ഇസ് P-type, ദിസ് ഇസ് P റീജിയൻ ആൻഡ് ദിസ് ഇസ് N റീജിയൻ. ഓക്കെ, PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് P റീജിയനും N region. This is N region and this is P region. ഇവിടെ ഇലക്ട്രോൺ റീകോമ്പിനേഷൻ നടന്നിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ആണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ പോർഷൻ വേർ ദ ലൈറ്റ് ഇസ് എമിറ്റിംഗ്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോർഷൻ ആണത്. സോ ഇത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രേവ് പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, this is the structure. ഈ ഒരു മെറ്റലൈസേഷൻ, ഈ മെറ്റലൈസേഷൻ ഓമിക് കോണ്ടാക്ട്സ്, അതായത് ആനോഡ് ആൻഡ് കാത്തോഡ് ടെർമിനൽസ് എടുക്കാനാണ്. ഇവിടെ എന്തായിരിക്കും, ഇവിടെ N ടൈപ്പ് ആണ്, എച്ച്ഡ് സ്ട്രക്ചർ ആണ് ഇവിടെ. ഓക്കെ, എച്ച്ഡ് സ്ട്രക്ചർ എന്താവാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോർഷനും അതുപോലെ തന്നെ ഈ ആക്റ്റീവ് റീജിയനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാനും വേണ്ടിയാണ് എച്ച്ഡ് പോർഷൻ ആക്കുന്നത്. കാരണം ഇവിടെ റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്റ്റൻസ് കുറയണം. സോ ഈ N ടൈപ്പിൽ എച്ച് ചെയ്തിട്ട് ഈ ഒരു സർഫസ് നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീകോമ്പിനേഷൻ കഴിഞ്ഞ് ഈ ഒരു സർഫസ് നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ ദിസ് ഇസ് N ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിന്റെ ഈ ഒരു സർഫസ് പോർഷനാണ് ലൈറ്റ് എമിഷൻ നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ P-type region. ആൻഡ് ദിസ് ഇസ് ദ PN ജംഗ്ഷൻ ഫോം. ഇവിടെ മെറ്റലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് സിങ്കിന് അല്ലെങ്കിൽ
ഇവിടെ N ആയതൊരു കാത്തോഡ് ടെർമിനൽ എടുക്കാനും അതുപോലെ തന്നെ ഇവിടെ Pന്റെ അടുത്ത് ഹീറ്റ് സിങ്ക് മെറ്റലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ ഹീറ്റ് സിങ്ക്. ഓക്കെ, ആനോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ആനോഡ് എടുക്കും, ഇവിടുന്ന് കാത്തോഡ് എടുക്കും. മെറ്റലൈസേഷൻ ഈസ് യൂസ് ഫോർ ഹീറ്റ് സിങ്ക്. പിന്നെ സിലിക്കൺ ഡയോക്സൈഡ് ഇസ് ആൻ ഇൻസുലേറ്റിംഗ് ലെയർ. ഓക്കെ, ഈ ഒരു ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇൻസുലേറ്റിംഗ് ലെയർ വിച്ച് മിനിമൈസസ് ദ കോണ്ടാക്ട് ഏരിയ ഓഫ് ദ ആനോഡ് ടു ദ LED ഫോർ ഇൻക്രീസിങ് ദ കറണ്ട് ഡെൻസിറ്റി. ഈ ആനോഡ്, ദിസ് ഇസ് ദ ആനോഡ് പോർഷൻ അല്ലേ, ഈ ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യാം, വിച്ച് വിൽ മിനിമൈസ് ദ കോണ്ടാക്ട് ഏരിയ ഓഫ് ദ ആനോഡ് ടു ദ LED. ഓക്കെ, ഈ LED-യും ഓക്കെ ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഈ LED പോർഷനും അതുപോലെ തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ആനോഡും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് മിനിമൈസ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ഐസൊലേഷൻ വെക്കുന്നത്. മാത്രമല്ല ദിസ് വിൽ ഡിക്രീസ് ദ ആക്റ്റീവ് ഏരിയ ഓഫ് ദ LED. ഈ LED-ന്നും ആക്റ്റീവ് ഏരിയക്കുള്ള ഡിസ്റ്റൻസ് നിന്നും ഡിക്രീസ് ചെയ്യും. ഓക്കെ, സിലിക്കൺ ഐസൊലേഷൻ വെക്കുന്നതുകൊണ്ട് ഈ ആനോഡും ആക്റ്റീവ് റീജിയനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ ലൈറ്റ് എമിറ്റിംഗ് ഏരിയയും ആക്റ്റീവ് ഏരിയയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിൽ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയാണ് ഈ സിലിക്കൺ ഡയോക്സൈഡ് ഐസൊലേഷൻ വെക്കുന്നത്. ഈ ഒരു LED റേഡിയൻസ് ഹയർ റേഡിയൻസ് തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർഫസിന് മാത്രമാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാവാനും വേണ്ടി ദിസ് ഇസ് ദ P ടൈപ്പ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഈ 3 ലെയേഴ്സിനെ പറയുന്ന പേരാണ് ഡബിൾ ഹെറ്ററോജങ്ഷൻ ലെയർ. കാരണം ഡിഫറെൻറ്റ് ജംഗ്ഷൻസ് ആണ് ഉള്ളത്, 2 ജംഗ്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഇസ് കോൾഡ് ഡബിൾ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡോപ്പിംഗ് ആയതുകൊണ്ടാണ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഡോപ്പിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ദിസ് ഇസ് കാൾഡ്, അതുകൊണ്ട് ഇതിനെ ഹെറ്ററോജങ്ഷൻ എന്ന് പറയണം. കാരണം ഇവിടെ P ടൈപ്പ് ആണ് ഇത്. ദിസ് P ടൈപ്പ് ഇസ് ആക്റ്റീവ് റീജിയൻ. ഇവിടെയാണ് ആക്റ്റീവ് എലമെന്റ്സ് ഉള്ളത്, ആക്റ്റീവ് ഹോൾസ് ഉള്ളത്. സോ ദിസ് ഇസ് ആക്റ്റീവ് റീജിയൻ P ടൈപ്പ്. ഇവിടെയാണ് ഗാലിയം ആർസനൈഡ്. ദിസ് ഇസ് ഗാലിയം ആർസനൈഡ്. ഇവിടെ നെഗറ്റീവ് P ടൈപ്പ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്. ഇവിടെ പോസിറ്റീവ് P ടൈപ്പ് ഗാലിയം ആർസനൈഡ്. ഓക്കെ, ദിസ് ഇസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ലൈറ്റ്ലി ഡോപ്ഡ് P ടൈപ്പ് ആൻഡ് ദിസ് ഇസ് ഹെവിലി ഡോപ്ഡ് P ടൈപ്പ് ആൻഡ് ദിസ് ഇസ് ആക്റ്റീവ് P ടൈപ്പ് റീജിയൻ. ഓക്കെ, ഇത് മൂന്നും കൂടി, ഈ 3 ലെയേഴ്സ് കൂടി കൂടിയതാണ് P റീജിയൻ ആൻഡ് ദിസ് ഇസ് എച്ച്ഡ് N region. So this is the junction and the light is emitted from here. Okay, this is all about the structure of surface emitting LED. Okay, then we move to its explanation. Okay, the bottom P plus gallium arsenide. Okay, ബോട്ടത്തിൽ ഈ താഴെയുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ബോട്ടത്തിലുള്ളതാണ് P plus gallium arsenide and top N plus gallium arsenide. This is N plus gallium arsenide, that is our substrate. Okay, N substrate are included for the realization of low resistance ohmic contact. Low resistance ohmic contact ഉണ്ട്, കാരണം മെറ്റലൈസേഷൻ യൂസ് ചെയ്തിട്ട് ohmic contact P plus gallium arsenide നമ്മൾ ഒരു ohmic contact വെച്ചിട്ടുണ്ട് മെറ്റലൈസേഷൻ യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ N plus gallium arsenide by using a metallization procedure നമ്മൾ ohmic contact വെച്ചിട്ടുണ്ട്. A deep well is etched to reach the top N aluminum gallium arsenide layer to avoid reabsorption of the emitted radiation to the top N gallium arsenide layer. അതായത് ഈ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ലെയർ, ഈ ഒരു P ടൈപ്പ് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ലെയറും അതുപോലെ തന്നെ N ടൈപ്പ് ഗാലിയം ആർസനൈഡ്, ഇവർ തമ്മിലുള്ള കോണ്ടാക്ട് കുറയാനും വേണ്ടിയാണ് ഇത് ഡോം ഷേപ്ഡ് ആക്കിയിട്ടുള്ളത്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാനും വേണ്ടി. ദിസ് വെൽ ആൾസോ gives support to the fiber which is but coupled to the device and held in place within an epoxy resin of approximately refractive index to enhance the external power efficiency of the device. ഈ ഒരു എച്ച്ഡ് നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. കാരണം എച്ച് ആകുമ്പോൾ ഇവർ ആക്റ്റീവ് റീജിയൻ അതുപോലെ തന്നെ N ഗാലിയം ആർസനൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. ഫോട്ടോൺസ് ആർ ജനറേറ്റഡ് ഇൻ ദ തിൻ P ഗാലിയം ആർസനൈഡ് റീജിയൻ ആൻഡ് എമിറ്റഡ് ഫ്രം ദ ടോപ്പ് സർഫസ്. ഓക്കെ, ഫോട്ടോൺസ് P ഗാലിയം ആർസനൈഡിലാണ് ഫോം ചെയ്യുന്നത്, എന്നിട്ട് ഈ ഒരു ജംഗ്ഷനിൽ എമിറ്റ് ചെയ്യും. ഓക്കെ, P ഗാലിയം ആർസനൈഡ് അതായത് N പ്ലസ് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ആക്റ്റീവ് ആയിട്ടുള്ള P ഗാലിയം ആർസനൈഡിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ റീകോമ്പിനേഷൻ നടക്കും. എന്നിട്ട് ഇതിന്റെ സർഫസിലൂടെ, ഈ ജംഗ്ഷൻ സർഫസിലൂടെ എന്ത് ചെയ്യും, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ,
emitted from the top surface. The heterojunction and reflection from the back crystal face ensures surface emission. Okay, heterojunction കൊണ്ട് തന്നെ നമുക്ക് surface emission കുറയും. അതുപോലെ the forward radiance of this device is very high. റേഡിയൻസ് ഹൈ ആണ്, കാരണം ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മുടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ. ഓക്കെ, a top and gallium arsenide contact layer ensures low contact resistance, thermal resistance, allow high current densities and a high radiation intensity. Fiber is properly aligned to optimize the coupling of the emitted radiation. The power coupled into the multimode step index fiber. Okay, fiber ഇനി കപ്പിൾ ചെയ്യണം. ഓക്കെ, ഈ ഒരു പോർഷനാണ്, ദിസ് ഇസ് മൾട്ടിമോഡ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതാണ് നമ്മുടെ ഫൈബർ. ഇവിടെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്, ഈ ഒരു പോർഷനാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈബറിന് എന്ത് ചെയ്യണം, മൾട്ടിമോഡ് ഫൈബർ ഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ ഫൈബറിന്റെ ആക്സ് പെർപെൻഡിക്കുലർ ടു ദിസ് ലൈറ്റ് എമിറ്റിംഗ് ആവും വന്നിട്ട് വേണം ഈ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് പോവാൻ. ഓക്കെ, ദിസ് ഇസ് എപ്പോക്സി റെസിൻ ദാറ്റ് ക്യാപ്ചർ ദ ലൈറ്റ് ഇൻ ടു ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ഇങ്ങനെ വന്നിട്ട് ഈ സർഫസിൽ നിന്നാണ് ലൈറ്റ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മൾട്ടിമോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിന്റെ പവർ കപ്പിൾഡ്, ഈ കപ്പിൾ ചെയ്യുന്ന ഈ കപ്ലിംഗ് പവർ, അതായത് ഈ ലൈറ്റ് ഈ ഫൈബറിലോട്ട് കപ്പിൾ ചെയ്യുന്ന പവർ ആണ് PC. That is equal to pi into 1 minus RARD into numerical aperture square, where R is the Fresnel reflection coefficient at the fiber surface. Fiber surface ഉള്ള reflection coefficient. A is the fiber cross section and RD is the radiance of the source. Okay, സോഴ്സിന് വരുന്ന റേഡിയൻസ് ആണ് RD. സോ ഈ ലൈറ്റ്, ഈ സോഴ്സിന് വരുന്ന ലൈറ്റ് ഈ ഒരു ഫൈബർ യൂസ് ചെയ്തിട്ട് അതിലോട്ട് കപ്പിൾ ചെയ്യും. ഓക്കെ, ഫൈബറിലോട്ട് ലോഞ്ച് ചെയ്യും ഈ ലൈറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സർഫസ് എമിറ്റിംഗ് LED. So that's all about surface emitting LED. Then other LEDs can be taken in next class. Okay, so that's all about today's class. Thank you. Have a nice day.